നമസ്കാരം കൂട്ടുകാരെ. ഒരു പുതിയ സിനിമ കണ്ടു, അതിൻ്റെ റിവ്യൂ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. അതെ, നിങ്ങൾ മനസ്സിലാക്കുന്ന പോലെ തന്നെ പുഷ്പ 2. ഇനി പുഷ്പ 3ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. പുഷ്പ 2 ഒരുപാട് റിവ്യൂസ്, ബാഡ് റിവ്യൂസൊക്കെ കുറേ കണ്ടിരുന്നു, നെഗറ്റീവ് റിവ്യൂസ് ഒരുപാട് കണ്ടിരുന്നു. എന്നിട്ട് തന്നെയാണ് ഞാൻ ഈ സിനിമ കാണാൻ പോയത്. ആ ഒരു ഓളം കാണാൻ, റിലീസ് ദിവസം കാണാനായിട്ട് പോയതിൻ്റെ ആഘോഷം കാണാൻ വേണ്ടിയാണ് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടത്. ഞാനും എൻ്റെ ഒരു സുഹൃത്തുമായിട്ടാണ് കാണാൻ പോയത്. ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് ഞാൻ കണ്ടു. എന്നിട്ട് തന്നെയാണ് ഞാൻ സിനിമയ്ക്ക് പോയത്. തീർച്ചയായിട്ടും പുഷ്പ സിനിമ കണ്ടവർക്ക് പുഷ്പ 2 കാണാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു തെലുങ്ക് ചിത്രമാണല്ലോ. അപ്പോൾ അതിൻ്റെതായ നമ്മൾ മലയാളം സിനിമകളായിട്ട് താരതമ്യം കമ്പയർ ചെയ്യാനായിട്ട് തന്നെ പറ്റില്ല തെലുങ്ക് സിനിമകൾ. അപ്പോൾ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, പുഷ്പ കണ്ടിരിക്കാവുന്നവർക്ക് പുഷ്പ 2 സുഖമായിട്ട് കണ്ടിരിക്കാം. തീർച്ചയായിട്ടും പോയി തിയേറ്ററിൽ വാച്ച് ചെയ്യാം. ഒരു എൻ്റർടൈൻമെൻറ്റ്. ഇനി ഈ സിനിമയ്ക്ക് വരാം. സുകുമാർ ഒരുക്കിയ, അല്ലു അർജുൻ നായകനായി വന്ന പുഷ്പ 2 എൻ്റെ റേറ്റിംഗിൽ ഒരു ആവറേജ് സിനിമ, ആവറേജ് തെലുങ്ക് സിനിമ. ഡബ്ഡ് വേർഷനാണ് ഞാൻ കണ്ടത്, മലയാളം ഡബിങ് വേർഷനാണ് ഞാൻ കണ്ടത്, മലയാളം. എപ്പോഴത്തെ പോലെ അല്ലു അർജുൻ അയാളുടെ അഭിനയ മികവ് ഇതിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫഹദ് ഫാസിൽ. ഏത് സിനിമ പോയാലും മലയാളികൾ പറയുന്നത് പോലെ ഫാഫ അഭിനയിച്ചാൽ ആ സിനിമ ഫാഫയുടേതാക്കും. അതാണ് മലയാളിയുടെ ഫഹദ് ഫാസിലിൻ്റെ മേലുള്ള അവകാശം. തീർച്ചയായും അതുപോലെ തന്നെയാണ് കുറേ സീനുകളൊക്കെ. എനിക്ക് പുഷ്പ 2 കമ്പയർ ചെയ്യുമ്പോൾ പുഷ്പ 2-ല് കുറച്ച് ഫാമിലി ഓറിയൻറ്റഡ് സിനിമയാണെന്ന് തോന്നി. ഫാമിലിയുമായിട്ട് കൂടുതൽ കണക്ഷൻ ഉള്ള സിനിമകളാണെന്ന് തോന്നി. പുഷ്പ പോലെ കുറേ ട്വിസ്റ്റുകൾ ഇല്ല. പുഷ്പ 2-ലാണ് കൂടുതൽ. പുഷ്പയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പുഷ്പ 1-ലാണ് കൂടുതൽ ട്വിസ്റ്റുകളുള്ളത്. ട്വിസ്റ്റുകൾ 2-ൽ ഇല്ലാന്നല്ല പറയുന്നത്, പക്ഷെ എങ്കിലും കുറവാണ്. സിനിമ തിയേറ്ററിൽ പോയിരുന്ന് ധൈര്യമായിട്ട് കാണാം. ഇതിലും മോശം സിനിമകൾ നമ്മൾ തിയേറ്ററിൽ പോയിരുന്ന് കണ്ടിരിക്കും. അതുകൊണ്ട് പുഷ്പ 2 തീർച്ചയായിട്ടും കോടികൾ ക്ലബിൽ കയറുന്നതിൽ സംശയമൊന്നുമില്ല. ഏറ്റെടുത്ത് കഴിഞ്ഞു സിനിമ ആരാധകർ. റിവ്യൂ പറയുന്നവർ ഒരുപാട് നെഗറ്റീവ് ഉണ്ടെങ്കിലും തിയേറ്ററിൽ പൂരപ്പുറം തന്നെയാണ്. ഒരു ആക്ഷൻ ആയാലും സോങ്സ്, അത്യാവശ്യം സോങ്സുകളുണ്ട്. 4 സോങ്സ് ഉണ്ട് സിനിമയിൽ. പിന്നെ അത്യാവശ്യം നല്ല, നമുക്കറിയാലോ തെലുങ്കിലേക്കും സോങ്സിനൊപ്പമുള്ള ഡാൻസ് സംവിധാനം ഒന്നും പറയാനില്ല. കൊറിയോഗ്രാഫി, അതുപോലെ തന്നെ ലൊക്കേഷൻ കുറേ ഇതൊക്കെ നമുക്കറിയാം. പുഷ്പ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ലൊക്കേഷൻസൊക്കെ ഫോറസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയൊക്കെയാണല്ലോ. അപ്പോൾ അതിന് ഭാഗമായിട്ട് തന്നെയാണ് ലൊക്കേഷൻസൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു ചിന്താഗതിയിൽ പോയിരുന്ന് ധൈര്യമായിട്ട് ഇരുന്ന് കാണാം പുഷ്പ 2. ഓക്കെ, നന്ദി, നമസ്കാരം.